പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയിൽ നാസിക്കിൽ നിന്നും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ ഈ രീതിയിൽ സന്ധിക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം രക്ഷ നഷ്ടപ്പെടുമോ എന്ന ഒരു ചോദ്യവും അതിൻ്റെ ചില ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എല്ലാം പുറകോട്ട് പോയി ചിന്തിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളോട് കൂടി ഈ നിലയിൽ ചിലവഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട ഒരു വലിയൊരു കാര്യം, രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ 4 അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നതായിട്ട് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മമുദ്ര, ആത്മാവെന്ന ആചാരം. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും വലിയ പ്രസിദ്ധനായ അവരെയൊക്കെ ദേവദാസന്മാരെന്ന് പറയുന്നത് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, അഭിഷേകം പ്രാപിക്കാത്തവരെ ഒന്നും പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറ്റരുന്നൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ലേബനൊക്കെ കണ്ടു. എന്തൊരു മണ്ടത്തരല്ലേ! രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും, ദൈവകൃപയുള്ള ഏതൊരു വ്യക്തിക്കും ദൈവവചനം അറിയിക്കാനായിട്ടുള്ള എല്ലാ അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് ചിലർക്ക് മാത്രം ലഭിച്ചതല്ല അഭിഷേകം. രക്ഷിക്കപ്പെട്ട എല്ലാവരും അഭിഷേകത്തിലാണെന്നുള്ള കാര്യം ഇവരെന്ന് മനസ്സിലാക്കുമെന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവരെ ഇങ്ങനെ വിവേചിക്കുന്ന ജാതികളെക്കാളും കഷ്ടമായിട്ട് അവരെ തരംതിരിക്കുന്ന ഒരു അനുഭവം വളരെ ദുഃഖകരമാണ്. എനിവേ, നിങ്ങളും അതെല്ലാം കേൾക്കുന്നുണ്ടാവും. പ്രിയമുള്ളവരെ, സത്യവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. സത്യവചനത്തിൻ്റെ ശരിയായ ഉപദേശം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എത്രമാത്രം വഞ്ചിക്കപ്പെടും. നിങ്ങൾക്ക് അഭിഷേകത്തെക്കുറിച്ച് സംശയമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് തിരുവചനത്തിലൂടെ എന്താണ് അഭിഷേകം, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അഭിഷിക്തര, അതിൽ 2 പങ്കില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എനിവേ, ഞാൻ അങ്ങോട്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചൊരു തെറ്റായ ധാരണ നമ്മൾ കണ്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാവോ? അപ്പം അങ്ങനെ ജീവിക്കാവോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ആ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ പുതു സൃഷ്ടിയായി കഴിഞ്ഞു. അവന് ലോകപ്രകാരം ലോകജനങ്ങളെ പോലെ ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഒരു ചിന്താഗതി വരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതല്ലെന്ന് തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുകയുണ്ടായി, രക്ഷിക്കപ്പെട്ട ശേഷം വീണ്ടും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ പാപം ചെയ്താലോ, പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും നമ്മളിൽ പാപം വരാം. നമ്മൾ പാപം ചെയ്യാൻ പാടില്ല, പാപം ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ നമ്മൾ എപ്പോൾ വരെയും ഈ ലോകത്തിലായിരിക്കുന്നോ, നമ്മുടെ ഈ ജഡത്തിൻ്റെ അല്ലെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലയോ, ആ സമയം വരെയും നമ്മളിൽ തെറ്റുകൾ വരാം. എന്നാൽ നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തമ്മിലുണ്ട്, അത് നമ്മളെ ബോധ്യപ്പെടുത്തും. ഉടനെ ഏറ്റുപറയണം. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ ഉടനെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും അത് വളരെ വചനവിരുദ്ധമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആ രക്ഷയുടെ ഭദ്രതയ്ക്കുള്ള 7 ന്യായങ്ങളും നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് കേൾക്കാതെ നിങ്ങളിത് വീണ്ടും കേട്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്നും വരികയല്ല. നിങ്ങളത് കേൾക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ 41ാമത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് നിങ്ങൾ പറയുന്നത്, നമ്മൾ ചില വചനങ്ങൾ അതൊന്നും നമ്മൾ കൃത്യതയോട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ എത്ര ഭദ്രമാണെന്ന് നമുക്ക് ധൈര്യമുണ്ടാവും. അതിനുവേണ്ടി ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താം. ഒന്നാമത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യമാണ്. യോഹന്നാൻ 5:24 എന്താ പറയുന്നത്? അവിടെ പറയുന്നത്, വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഒരു യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു മരണാവസ്ഥയിലായിരുന്നു. അവന് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു. അവിടെ കടക്കുമെന്നോ കടന്നേക്കാമെന്നോ അല്ല, കടന്നിരിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കണം. അല്ല, നമ്മൾ കടക്കും, കർത്താവിനെ കൈക്കൊണ്ട നമ്മൾ കടക്കും, അങ്ങനെയല്ല. ചിലപ്പോൾ കടന്നേക്കാം, അങ്ങനെയല്ല. നാം കടന്നിരിക്കുന്നു. അത് ഭൂതകാലമായി തീർന്നു, അത് ഭാവികാലമായിട്ടല്ല. നമ്മൾ
രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്മാരും അവർ നിത്യജീവനിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ അപ്പോൾ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ. ഇവിടെ പറയുന്ന ന്യായവിധി എന്നുള്ളത് വെള്ളസിംഹാസന ന്യായവിധിയാണ്. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ നടക്കുന്നത് എല്ലാ പാപികളും ഒരു ദിവസം കർത്താവിൻ്റെ ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും ഈ തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് വീണ്ടും ജനിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല, രക്ഷിക്കപ്പെടാത്ത, ജീവൻ പ്രാപിക്കാത്ത, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ജനത്തിൻ്റെ കാര്യമാണ്. അവർക്ക് അങ്ങനെയുള്ള ഒരു ന്യായവിധി അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി എന്ന് വേണമെങ്കിൽ അതിന് പറയാം. എന്നാൽ നമുക്കും ന്യായവിധിയുണ്ട്, രക്ഷിക്കപ്പെട്ടവർക്കും ന്യായവിധിയുണ്ട്. അതെന്തിനാണ്? അത് പ്രത്യേകമാണ്. അത് നമുക്കറിയാം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടണം. എന്തിനു വേണ്ടിയാ? നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കാനാണ്. അതിനകത്ത് പൗലോസ്ലീഹായും എല്ലാ വിശുദ്ധന്മാരും ഉണ്ടായിരിക്കും. അവർക്കെല്ലാവർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പ്രതിഫലം കിട്ടും. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിലാണ്. അത് വെള്ളസിംഹാസന ന്യായവിധി അല്ല. അത് നമ്മൾക്ക് എല്ലാ വിശുദ്ധന്മാർക്കും അറിയാവുന്ന വിഷയമായതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഞാനൊരു വാക്യം നിങ്ങളെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായം 14-ാം വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടായി. നേരത്തെ അവൻ ആൾക്കാരെ പകയ്ക്കുന്നവനും ദുഷിക്കുന്നവനും അങ്ങനെയുള്ള ആ സ്വഭാവങ്ങളൊക്കെ മാറി. ഇപ്പോൾ അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറി. നോക്കണം, അങ്ങനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ഹൃദയത്തെ ഒരുക്കി. മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ദൈവസ്നേഹത്തെ അവൻ്റെ ഹൃദയങ്ങളിൽ പകർന്നു. നമ്മൾ റോമർ 5:5 വായിക്കുന്നുണ്ട്, നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്താൽ നമ്മൾ ഭരിക്കപ്പെടുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും പിന്നീടും അവർ മറ്റുള്ളവരായിട്ട് പകയും പിടക്കുമായിട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നടക്കുന്ന പ്രിയമുള്ളവരെ? അതൊരിക്കലും നടക്കില്ല. എനിക്കൊരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളെ ഇവിടെ നിന്നൊരു 110 കിലോമീറ്റർ ദൂരെ വൈജാപ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയി ദൈവത്തിൻ്റെ വചനം അറിയിച്ചു. അപ്പോൾ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മുമ്പോട്ട് വന്നു. അവർ വളരെ അനുതാപത്തോടെ പശ്ചാത്താപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വളരെ ചെയ്തു. അവർക്ക് ഉടനെ തന്നെ സ്നാനം വേണം. ഉടനെ അവർ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഞങ്ങൾക്ക് തരണം. എന്താണ്? ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ചിലരുമായിട്ട് ഞങ്ങൾക്ക് വഴക്കും ഇതൊക്കെ ഉണ്ട്, പിണക്കമുണ്ട്. അവരോട് പോയി ഞങ്ങൾക്ക് ക്ഷമ ചോദിക്കാനുള്ള സമയം. ഇവർ സൈക്കിളെടുത്ത് ഓടിച്ചെന്ന് ഈ ഗ്രാമത്തിലുള്ളവരോട് പോയി കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അതിശയം. വളരെ മോശമായി ജീവിച്ച ചെറുപ്പക്കാരായ പിള്ളേർക്ക് എന്ത് സംഭവിച്ചു? ഉടനെ അവരുമെല്ലാം അവിടുന്ന് ആ ഗ്രാമം ഇളകി മൊത്തം വന്നു. നോക്കണം, അവരുടെ ആ സ്നാന ശുശ്രൂഷ സമയത്ത് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം അതിൻ്റെ സാക്ഷികളായി. അതാ ദൈവമക്കളെ, നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയല്ല, അവന് പകച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 1 യോഹന്നാൻ 3:15, സഹോദരനെ പഴിക്കുന്നവനെല്ലാം കുലപാതകനാവുന്നു, യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നും അങ്ങനെയുള്ള കപടഭക്തന്മാരൊക്കെ സഭയിലുണ്ടാകാം. അവർ പകയും വിദ്വേഷം വെച്ചുകൊണ്ട് കർത്തൃമേശ വരെ എടുക്കും. പക്ഷേ പ്രിയമുള്ളവരെ, ഇതൊന്നും അധികം നീണ്ടുപോയല്ല. സ്വർഗം
കാണുന്നുണ്ട്. ദൈവം അവരെ ആ നിലയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മൾ കർത്തൃമേശയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒന്നാണെന്നുള്ള വലിയൊരു സാക്ഷ്യം നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞില്ലെങ്കിലും നമ്മളവിടെ പ്രസ്താവിക്കുക. എന്നാൽ എത്രയോ പേര് അനേക ദിവസങ്ങളായി മാസങ്ങളായി പകയും വിദ്വേഷം വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരു മനസ്സുമായി ജീവിച്ചിട്ട് ദൈവം അങ്ങനെയുള്ളവരൊക്കെ സത്യസഭയിൽ നിന്നും വലിച്ചെറിയും. പ്രിയമുള്ളവരെ, അതാണ് സത്യം. അവരെ ഒന്നും ദൈവം തൻ്റെ സഭയിൽ നിർത്തിയല്ല. ദൈവം അവരെയൊക്കെ പിഴുതെടുത്ത് എറിഞ്ഞു കളയും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഓരോ വിശ്വാസി ഈ കാര്യം ചിന്തിക്കണം. നമ്മൾ കപടതയോടുകൂടിയാണ് നമ്മൾ ഭക്തി നടത്തുന്നതെങ്കിൽ ദൈവം നീണ്ടുപോകാനായിട്ട് അനുവദിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈ വചനം നമുക്ക് വളരെ വ്യക്തമായി പറയുന്നു, അവർ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അതാണ് വിഷയം. നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. കാരണം കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു, കർത്താവ് നമ്മളിൽ വന്നു, കർത്തൃത്വം കർത്താവിനായി. ആ പുതിയ യജമാനാണ് നമ്മളെ ഭരിക്കുന്നത്. അവിടുന്ന് സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയല്ല. അതേപക്ഷം ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും ഞാൻ നിത്യജീവൻ പ്രാപിച്ചെന്ന് പറയുകയും ഇപ്പോഴും നമ്മൾ പകയ്ക്കുന്ന ആ ഒരു അനുഭവത്തിലാണെങ്കിൽ തിരുവചനം വ്യക്തമായി പറയുന്നു, അവനിൽ നിത്യജീവനുള്ളിലില്ല, അവൻ കൊലപാതകനാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണെന്നാണ് പറഞ്ഞത്. എത്ര ഭയങ്കര പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ഈ വചനമൊക്കെ നമ്മളൊന്ന് ശരിക്കൊന്ന് നമ്മുടെ ആത്മാവിലൊന്ന് ഗ്രഹിക്കണം. എത്ര ശ്രേഷ്ഠമാണ്. അടുത്തൊരു വാക്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നോക്കണേ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടേക്കാമെന്നല്ല, ഉണ്ടായേക്കാമെന്നല്ല, ഉണ്ട്. ഇവിടെ ആ വചനമൊക്കെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കിയേ. പുത്രനിൽ നമ്മൾ യഥാർത്ഥമായും വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അവിടുന്ന് ഈ ലോകത്തിൽ പാപിയായി എന്നെ രക്ഷിക്കാൻ വന്നു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ക്രൂശിൽ മരിച്ചു. ഈ സത്യം അംഗീകരിച്ച് നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയിലും അവർക്ക് നിത്യജീവനുണ്ട്. അങ്ങനെയുള്ളവർ, അടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടൻ്റാണ്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതുകൊണ്ടെന്ന്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും പിന്നെയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്തൊരു മണ്ടത്തരാണ്. അങ്ങനെയുണ്ടോ? രക്ഷിക്കപ്പെട്ട ശേഷവും ആ പഴയ ജീവിതമാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാത്ത ജീവിതമാണെങ്കിൽ, അല്ലേ? ഇന്നിപ്പം പലരും പല വിധത്തിലുള്ള ഭക്തിയും ചെയ്യുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ കാര്യം നടക്കണം, അതിന് വേണ്ടിയിട്ടൊരു ഉപാധിയായിട്ട് അവർ കാണുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന് കർത്തൃത്വം കൊടുക്കാതെ ജീവിക്കാൻ പറ്റിയല്ല. അങ്ങനെയുള്ളവരും അന്ന് കർത്താവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നേ. നമുക്കറിയാം, ലൂക്കോസ് 6:46 കർത്താവിന് ചോദിച്ചില്ലേ, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഉണ്ടോ? വിളി കർത്താവേന്നാ. പക്ഷേ കർത്താവ് പറയുന്ന ഒന്നും കേട്ടനുസരിക്കില്ല. കർത്താവ് പറയുന്ന പോലെ ഒന്നും ചെയ്യാനായിട്ട് തയ്യാറല്ല. അതെന്തൊരു വിളിയല്ലേ? ഇങ്ങനെയാ ഇന്ന് അനേകം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിളിയെ കേട്ട കർത്താവേ എന്നുള്ള ആ വിളിയെ കേട്ട് കഴിഞ്ഞാൽ നേരെ നിൽക്കുന്ന മരം പോലും ചെരിഞ്ഞു വരും. എന്തിനാ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള കാപട്യം? നമ്മൾ യഥാർത്ഥമായും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുന്ന അനുഭവം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടോ? അതുകൊണ്ടല്ലേ കർത്താവ് തന്നെ മത്തായി 7:21 പറഞ്ഞില്ലേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഉണ്ടോ? വെറുതെ വിളികൊണ്ട് മാത്രം നമുക്ക് സ്വർഗരാജ്യത്തിൽ കാണാം എന്ന് വിചാരിക്കുന്നത് എത്ര അബദ്ധമാണ്. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രം. അപ്പോൾ നമുക്ക് ദൈവിക ജീവനിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇഷ്ടം നിവർത്തിക്കാൻ കഴിയൂ. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവിന് പൂർണ്ണമായി നമ്മൾ അനുസരിക്കുന്നവരായി
കീഴടങ്ങിയിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവേഷ്ടത്തിൽ മുന്നേറാൻ കഴിയൂ. അപ്പോൾ ഇവിടെയും ഈ വചനം വളരെ വ്യക്തമായും പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾ യഥാർത്ഥമായും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? ഈ ജീവൻ നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ആ ഉറപ്പാണ് ഞാൻ അടുത്തൊരു വാക്യം ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-40 വാക്യമാണ്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. നോക്കണം, അപ്പം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോഴെല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിന്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാ കർത്താവ് പഠിപ്പിച്ചേ. അപ്പോൾ ആ കർത്താവ് പറയാണ്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവ് ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മൾ ശാരീരികമായി മരണം സംഭവിച്ചാലും നിത്യജീവൻ പ്രാപിച്ച രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ വരവിൽ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ ഇതൊരു വലിയ കാര്യമല്ലേ? മാത്രമല്ലല്ലോ, ഇന്ന് നമ്മൾ മരിച്ചാൽ തന്നെ നമ്മുടെ പ്രാണനും ആത്മാവും അടുത്ത ക്ഷണത്തിൽ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കും, വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കും എന്നാണ് ഫിലിപ്പിയർ 1:23 പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നിത്യജീവൻ ലഭിച്ചെങ്കിൽ അതിൽ ഇനി നമുക്ക് യാതൊന്നിലും നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കർത്താവ് തന്നതല്ലേ. കർത്താവ് തന്നത് നിത്യജീവനല്ലേ. ആ ജീവൻ ഇന്ന് എന്നിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഒരു സ്ത്രീ ഫിലിപ്പിയർ 1:21 പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തുവാ. കാരണം ക്രിസ്തു എൻ്റെ ജീവനായി മാറി. ആ ജീവനിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൊളോസ്യർ 3:4 വായിക്കുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ വെളിപ്പെടും. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവൻ എന്നുള്ളത് ക്രിസ്തുവാണ്. കാരണം ഈ ജീവൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ക്രിസ്തു ഉള്ള ഒരു വ്യക്തി, വീണ്ടും ജനിച്ച ഒരു വ്യക്തി, അവൻ്റെ രക്ഷയ്ക്ക് യാതൊരു ഭംഗം ഉണ്ടായില്ല. അവൻ്റെ രക്ഷ നഷ്ടമാകുന്നൊരു കാര്യം വരുന്നില്ല. മാത്രമല്ല, യോഹന്നാൻ 6:47 കർത്താവ് പറയുകയുണ്ടായി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കണ്ടോ, അവിടെ സത്യം സത്യം ചെയ്ത് കർത്താവ് പറയുക, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവ് ഇത് ഉറപ്പ് തരിക. പ്രിയമുള്ളവരെ, കർത്താവ് ഇത്രയും നല്ല വചനങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ അതിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിക്കുക, അത് എങ്ങനെ, ഇത് ആർക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മുടെ കർത്താവിന് പോസ്റ്റ് പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, തിരുവനന്തപുരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കൃത്യമായും അത് നിവർത്തിക്കപ്പെടും. ഞാൻ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാം. നമ്മൾ യോഹന്നാൻ 3:18 വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അപ്പോൾ നമുക്കിന്ന് അയ്യോ എനിക്കിനിയും മരണാനന്തരം ന്യായാസനത്തിൽ പോയി നിൽക്കുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, അവിടെ തന്നെ പിടിച്ച് നരകത്തിലിടുവോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കാത്തവൻ്റെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞാൽ എന്ന് പറയാൻ ഈ ലോകത്തിൽ തന്നെ അവന് യഥാർത്ഥ പ്രത്യാശയുള്ള ജീവൻ നയിക്കാനോ സമാധാനപൂർണ്ണമായ ജീവൻ നയിക്കാനോ കഴിയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ, പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്, ക്രിസ്തുവിൻ്റെ ജീവനുണ്ട്. അവൻ ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഞാൻ കുറച്ച് പറഞ്ഞല്ലോ, നമുക്ക് പ്രതിഫലത്തിന് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി അത് വേറൊരു വിഷയം. അത് പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമല്ല. അത് നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചതെല്ലാം നമ്മൾ സത്പ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ ഏതെല്ലാം നിലയിൽ ചെയ്തോ അതിൻ്റെ അനുസരണമായിട്ടുള്ള പ്രതിഫലങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം വെളിപ്പെടണം. അത് വേറെ വിഷയം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യായവിധി വെള്ളസിംഹാസന ന്യായവിധിയാണ്. അത് ശിക്ഷാവിധിക്ക് വേണ്ടിയാണ്. കാരണം അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയാണ്
അവരെ നിത്യാഗ്നിയിലേക്ക് വിടുന്നത്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുവാൻ ഇടയായിത്തീരും. നമ്മൾ മത്തായി 25:41 വായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ വാക്കുകളും എടുത്തെടുത്ത് വായിപ്പിക്കാത്തത് നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ ഒരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഒരു വാക്യോടെ എന്ന് പറഞ്ഞോട്ടെ, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതാ പ്രിയമുള്ളവരെ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്തുയേശുവിലായിരിക്കുന്നോ എന്നുള്ളതാണ് വിഷയം. കാരണം ദൈവമാണ് നമ്മളെ പുത്രനിലാക്കി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. നമ്മൾ 2 കൊരിന്ത്യർ 13:5 വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പോൾ കർത്താവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓരോ ദിവസവും ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ക്രിസ്തുവിന് ജീവിക്കാനുള്ള പാത്രങ്ങളാണ്. അതുകൊണ്ട് കോപപാത്രങ്ങളായിരുന്നു നമ്മളെ അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളാക്കി മാറ്റിയത് ഈ ലോക ജീവിതത്തിൽ കർത്താവിന് നമ്മൾ ഉപയോഗമുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് എന്നെ ജീവിക്കുന്നുണ്ടോ? അപ്പോൾ ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് ഗലാത്യർ 2:20 പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ക്രിസ്തു എന്നെ ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിക്കുന്നത് എത്ര മോശത്താലേ. നമ്മൾ നമ്മുടേതായ ഇഷ്ടപ്രകാരം ദൈവഹിതത്തിന് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ജീവിച്ചാൽ നിശ്ചയമായിട്ട് അവർക്ക് ആ ഉറപ്പുണ്ടായാലും. കാരണം അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തുവിൽ പുതു സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് രക്ഷ നഷ്ടമാകുമോ എന്നുള്ള വിഷയത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലവലേശം പോലും സന്ദേഹം പുലർത്തേണ്ട കാര്യമില്ല എന്നാണ് ഈ വചനങ്ങളിലൂടെയൊക്കെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഇനി വല്ല തെറ്റൊക്കെ വന്നു പോയാലോ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഓർപ്പിക്കാം. നിശ്ചയമായിട്ട് ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നിടത്തോളം കാലം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വിശുദ്ധനെ കൊണ്ടും പറ്റിയല്ലേ പറയാൻ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വീൺ പഠിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒരു വെറും വഞ്ചന മാത്രം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യം അതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചതിനെക്കുറിച്ചും നാളത്തെ ക്ലാസ്സിൽ ഞാൻ അങ്ങോട്ട് പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.